പാർട്ടി. അതൊരു പ്രധാനപ്പെട്ട പോയിന്റ്. കോൺഗ്രസിനേക്കാൾ വലിയ ശക്തിയായി പ്രശാന്ത് കിഷോർ മാറുന്നു ബീഹാറിൽ. എന്റെ സംശയം എന്താണെന്നറിയോ, ലെഫ്റ്റ് പാർട്ടികൾ ഒരു പക്ഷേ ബീഹാറിൽ കോൺഗ്രസിനെക്കാട്ട് സീറ്റ് ഉണ്ടാക്കുമെന്നാണ് എന്റെ ഒരു പോയിന്റ്. അങ്ങനെയാണെങ്കിൽ അതൊരു വലിയ രീതിയിൽ തന്നെ ഇന്ത്യ സഖ്യത്തിൽ ഞങ്ങളും അത്ര മോശക്കാരല്ല എന്ന് CPM ധൈര്യപൂർവ്വം നെഞ്ചു വിരിച്ച് പറയാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ് വരികയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. 90 സീറ്റുകളിലാണ് ഇപ്പോൾ NDAയുടെ കുതിപ്പ്. ഇപ്പോൾ സ്കോർ ബോർഡ് ഒന്ന് അനങ്ങുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ EVM കൃത്യമായി തന്നെ എല്ലാ മേഖലകളിൽ നിന്നും എണ്ണിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ അതിന്റെ ഒരു കൃത്യമായിട്ട് ഇനിയും വരാനുണ്ട്. 80ഓളം മണ്ഡലങ്ങളിലെ പോസ്റ്റൽ ബാലറ്റിന്റെ കണക്ക് പോലും വരാനുണ്ടെന്നാണ് ജിഷ്ണു പറയുന്നത്. 80ഓളം മണ്ഡലങ്ങളിൽ ഇനിയും അന്തിമമായ കണക്ക് വരേണ്ടതുണ്ട്. അപ്പോൾ അതിന്റെ ഒരു അടിസ്ഥാനത്തിൽ കൂടി നമുക്ക് ഈ ചിത്രം ഒന്ന് വിലയിരുത്തേണ്ടി വരുന്നു. ഇപ്പോൾ വോട്ടെണ്ണൽ ആരംഭിച്ച് 40 മിനിറ്റുകൾ പിന്നിടുമ്പോൾ പോസ്റ്റൽ വോട്ടിന്റെ മനസ്സ് മുഴുവൻ NDAക്ക് അനുകൂലമാണ്. 90 സീറ്റുകളിലാണ് NDAയുടെ ഒരു കുതിപ്പ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. 51 സീറ്റുകളിലേക്ക് RJD തന്നെ പറയാം അല്ലേ പ്രദീപ്? കാരണം RJD മാത്രം എന്തൊക്കെ പറഞ്ഞാൽ തേജസ്വി യാദവിന്റെ ഈ ഒറ്റയാൾ പോരാട്ടം അത് തീർച്ചയായും സമ്മതിച്ചു കൊടുക്കേണ്ടിയിരിക്കുന്നു. കാരണം കൂടെയുള്ള ആളുകളുടെ പെർഫോമൻസ് നമ്മൾ ഇതാ സ്കോർ ബോർഡിൽ കാണുന്നുണ്ട്. തേജസ്വി യാദവിന്റെ ഒറ്റയാൾ പോരാട്ടം, RJDയുടെ പോരാട്ടം 51 സീറ്റുകളിൽ ഇപ്പോൾ തുടരുകയാണ്. 5 സീറ്റുകളിൽ PK എന്ത് മാജിക് ഉണ്ടാക്കും എന്ന് വളരെ പ്രധാനമായും നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ്. എന്തായാലും നിലവിലെ കക്ഷി നിലയിൽ BJP ആണ് ഏറ്റവും വലിയ ഒറ്റക്കക്ഷി. അതുകൂടി പറയേണ്ടി വരും. എല്ലാവരും കൂട്ടി നോക്കും. അതെ, BJP ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാകുന്നു. ആദ്യമായി BJP ആ ഒരു നിലയിലേക്ക് എത്തുകയാണ്. സഖ്യമായി മത്സരിക്കുകയാണ്. പക്ഷെ എന്നും മുൻതൂക്കം JDUവിനായിരുന്നു. നിതീഷ് കുമാറിന്റെ അപ്രമാദിത്വം അംഗീകരിച്ചുകൊണ്ട് തന്നെ നിതീഷ് കുമാറിന്റെ മൂപ്പളമ തർക്കത്തിന് നിൽക്കാതെ നിതീഷ് കുമാറിനെ മുഖ്യമന്ത്രിയായി അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് അവിടുത്തെ സഖ്യ രാഷ്ട്രീയ ഇക്വേഷൻ മുന്നോട്ട് കൊണ്ടുപോയത്. 91 സീറ്റുകളിലേക്ക് ഇപ്പോൾ NDAയുടെ ഒരു കുതിപ്പ് കാണാൻ സാധിക്കുന്നു. 91, 51, 7. ഇതാ വോട്ടെണ്ണൽ ആരംഭിച്ച് ഏതാണ്ട് 41 മിനിറ്റുകൾ കഴിയുമ്പോഴാണ് ഈ ട്രെൻഡ് നമുക്ക് എന്തായാലും കൃത്യമായ ഒരു ട്രെൻഡിലേക്ക് നമുക്കൊരു 10-10 കൂടി തന്നെ നമുക്ക് ഏകദേശം പറ്റില്ല. ഹരിയാന നമ്മുടെ മുന്നിൽ ഒരു പ്രധാനപ്പെട്ട ഒരു എന്താ പറയുക അനുഭവമായി മുന്നിലുണ്ട്. കാരണം 11 മണിയോട് കൂടിയാണ് ഇവിടെ ആർത്തുല്ലസിച്ച പലരുടെയും കണ്ണിൽ കണ്ണുനീര് പൊഴിഞ്ഞത്. ബാലറ്റുകൾ കൊണ്ട് അമ്മാനമാടുകയായിരുന്നു ഇങ്ങനെ വാരിപ്പുറത്ത് കളിച്ച. പക്ഷേ ഞങ്ങള് ഹാപ്പിയാണ്. 95, 95 നോട്ട് ഔട്ട് ആൻഡ് കൗണ്ടിങ്. 95, 95, 51, 7. 5 സീറ്റുകൾ കൂടി നേടിയാൽ നിതീഷ് കുമാറിന് ഹെൽമറ്റും കൂടി ഊരി ബാറ്റ് ആകാശത്തേക്ക് ഉയർത്താം, സെഞ്ചുറിയിലേക്ക് എത്തും. പിന്നെ വേണ്ടത് ഒരു 22 സീറ്റുകളുടെ മാത്രം പിൻബലമാണ്. നിതീഷ് തുടരും എന്ന് കൃത്യമായി തന്നെ ഉറപ്പിക്കാൻ വളരെ പ്രധാനപ്പെട്ട ഇൻട്രസ്റ്റിംഗ് പോയിന്റ്. ഞാൻ വീണ്ടും അതിലേക്ക് തന്നെ പോവുകയാണ് പ്രദീപുള്ള. 10 സീറ്റുകളിലേക്ക് പോവുകയാണ് മറ്റുള്ളവർ. 10 സീറ്റുകളിലേക്ക്. ഈ PK ആള് ചില്ലറക്കാരനല്ല, PK ഒരു ചെറിയ മീനല്ല എന്ന് കൃത്യമായി തന്നെ വ്യക്തമാവുകയാണ്. പക്ഷെ PK പിടിച്ച വോട്ടുകൾ എവിടെയാണ്? രണ്ടും പ്രസക്തമാണ്. ഏത് മേഖലയിൽ? 2015 ഈ സീമാചൽ മേഖലയിൽ ശക്തമായ ഒരു 100 സീറ്റുകൾ 100 സീറ്റിൽ NDA സഖ്യം മുന്നിൽ. 100 സീറ്റുകൾ. ഇപ്പോൾ ഈ നിമിഷം 3 അക്കത്തിലേക്ക് NDA ഇതാ കുതിച്ചെത്തിയിരിക്കുകയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. 100 സീറ്റുകളിലേക്ക് NDAയുടെ ഒരു കുതിപ്പാണ് കാണാൻ സാധിക്കുന്നത്. അതിൽ ഏതാണ്ട് 60-ലധികം സീറ്റുകളിലും BJP തന്നെയാണ് മുന്നോട്ട് കുതിക്കുന്നത് എന്നതാണ് ഇവിടെ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം. വ്യക്തമാണ് സൂചന, കൃത്യമാണ് ട്രെൻഡ്. ബാലറ്റുകൾ, പോസ്റ്റൽ ബാലറ്റുകളുടെ സൂചന വ്യക്തമായും നിതീഷിന്റെ ഭരണ തുടർച്ച, NDAയുടെ ഭരണ തുടർച്ച, RJD സഖ്യം പിന്നിൽ, RJD പ്രതിപക്ഷത്ത്, കോൺഗ്രസ് നിഷ്പ്രഭമാകുന്നു. ഒരുപക്ഷെ കോൺഗ്രസ് നിലവിലുള്ള സാഹചര്യം ഇതുവരെയുള്ള സൂചന 8:42 വോട്ടെണ്ണൽ തുടങ്ങി. 42-ാം മിനിറ്റിൽ സെഞ്ചുറി. അതെ. അല്ല, ഇതില് 2 പ്രധാനപ്പെട്ട കാര്യമാണ് ഇതിനകത്ത്. ഇതൊരു ട്രെൻഡ് മാത്രമാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. ഇത് പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണിക്കഴിഞ്ഞ് തിട്ടപ്പെടുത്തി അതിനുശേഷം കിട്ടിയ വളരെ പ്രധാനപ്പെട്ട കണക്കുകൾ. 103 സീറ്റുകളിൽ ഇപ്പോൾ NDAയുടെ ഒരു കുതിപ്പ് ഉറപ്പിച്ചിട്ടാണോ എന്ന് അറിയത്തില്ല. ഒരു എൻട്രി ഇവിടെ കാണുന്നുണ്ട്. ഗൗതം നാരായണൻ, വെൽക്കം ബാക്ക്. അപ്പോ സെഞ്ചുറി തയ്ക്കാൻ കാത്തു നിൽക്കുകയായിരുന്നു ഗൗതം എന്ന് തോന്നുന്നു. ഗൗതം 103. 8:42 ആകുമ്പോഴേക്കും സെഞ്ചുറി കടന്നുവെങ്കിൽ ഇനി ഈ ട്രെൻഡിൽ വലിയൊരു മാറ്റം ഉണ്ടാവാൻ തോന്നുന്നില്ല. വളരെ കരുതലോട് കൂടിയാണ് ശ്യാം ഞാനിത് പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും വളരെ കരുതലോടെ ശ്യാം ഇങ്ങനെ പിടിച്ചു ഹരിയാന നമ്മൾ കണ്ടതല്ലേ. കാരണം ഇവിടെ കേരളത്തിലെ പല മാധ്യമ പ്രവർത്തകരും ആർത്തുല്ലസിച്ചായിരുന്നു. ഇതേ കോൺഗ്രസിന്റെ ഒരു വലിയ തിരിച്ചുവരും ഗംഭീരം എന്നൊക്കെ പറഞ്ഞ് അവരൊക്കെ കണ്ണീര് നമ്മൾ കണ്ടല്ലേ. അതുകൊണ്ട് ഞാനൊന്ന് പ്രദീപ് സാറിനെ ഒന്ന് പിടിച്ചിരുത്തുകയായിരുന്നു ഗൗതം. അല്ല, മലയാള മാധ്യമങ്ങൾ ഇത്തവണയും ബീഹാറിലെ ഗ്രാമങ്ങളിലൂടെ പോകുന്നുണ്ടായിരുന്നു. അവരുടെ ട്രെൻഡ് അനുസരിച്ച് അവിടെ സ്വാഭാവികമായിട്ടും ചെറിയൊരു എഡ്ജ് പക്ഷേ ഭരണമാറ്റത്തിന് വരുന്നില്ല. അങ്ങനെ 103 സീറ്റിലേക്ക്
NDA ഈ ഘട്ടത്തിൽ എത്തുകയാണ്. 55 സീറ്റാണ് മഹാഗഡ്ബന്ധൻ നിൽക്കുന്നത്. 10 സീറ്റുകളിൽ അതേഴ്സ് എന്ന് ചൂണ്ടിക്കാണിക്കുന്നു. ശ്യാമ, അതേഴ്സ് പ്രശാന്ത് കിഷോർ വലിയ മുന്നേറ്റം കാഴ്ചവെക്കുകയാണ്. കൃത്യമായും നേരത്തെ ശ്യാം പറഞ്ഞ പോലെ തന്നെ ഈ സ്കോർ ബോർഡിലെ 7, 8, 10 നോക്കണ്ട, പിടിച്ച വോട്ടുകളുടെ എണ്ണം, ഞാൻ എന്റെ ഒരു അസംശയം പറയട്ടെ. എനിക്ക് തോന്നുന്നു ഇതിൽ ഏറ്റവും കൂടുതൽ കനത്ത പ്രഹരം ഏൽക്കേണ്ടി വന്നത് JDU-നായിരിക്കും. കാരണം JDU-വിന്റെ വോട്ട് ഈ നിലവിലെ സാഹചര്യത്തിൽ JDU-വിന്റെ വോട്ടുകൾ വലിയ രീതിയിൽ തന്നെ പോയിട്ടുണ്ടോ എന്നൊരു സംശയം ഈ നിമിഷം എനിക്കുണ്ട്. പക്ഷേ ഇപ്പോഴും ഏതാണ്ട് BJP ഏറ്റവും വലിയ കക്ഷിയാവുകയാണ്. 100% ആ ട്രെൻഡ് വളരെ കൃത്യമായി. പ്ലാൻ പി ഒന്നല്ലല്ലോ ഇത്. 103-55 10 എന്ന നിലയിലേക്കാണ് പോസ്റ്റൽ വോട്ടുകൾ എണ്ണിക്കഴിഞ്ഞിപ്പോൾ വോട്ടിംഗ് മെഷീനിലേക്ക് കയറുന്ന ഘട്ടത്തിലും വലിയ തോതിൽ ട്രെൻഡ് നിലനിർത്തുവാൻ NDAയ്ക്കും BJPക്കും സാധിക്കുന്നു എന്നുള്ളതാണ്. അതായത് എക്സിറ്റ് പോളുകൾ കഴിഞ്ഞ ദിവസം പ്രവചിച്ച അതേ രീതിയിലുള്ള ട്രെൻഡ് തന്നെ. എക്സിറ്റ് പോളുകളെല്ലാം തന്നെ NDAയുടെ തുടർ ഭരണം ബീഹാറിൽ പ്രവചിച്ചതാണ്. പറഞ്ഞോട്ടെ, പടക്കം പൊട്ടിച്ച ആഘോഷം വേണ്ട എന്ന് BJP ഇപ്പോ പ്രവർത്തകരോട് പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട് മനസ്സിലാവുന്നില്ല. ടു ഏർലി ആയിരിക്കും. അല്ലെങ്കിൽ ഗംഭീരം നമുക്ക് ആഘോഷിക്കാലോ. അല്ല, മോദിജി പറഞ്ഞൊരു കാര്യമുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ അദ്ദേഹത്തിന്റെ ലാസ്റ്റ് റാലിയിൽ പറഞ്ഞത് ഇനിയും ബീഹാറിലേക്ക് വരുന്നത് നിതീഷ് കുമാറിന്റെ ആത്മവിശ്വാസം കൃത്യമായി NDA ക്യാമ്പിനുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും. മഹാസഖ്യം പിടിച്ചു നിൽക്കുന്നത് അതും വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. മഹാസഖ്യം പിടിച്ചു നിൽക്കുന്നത് RJD എന്ന ഒരൊറ്റ പാർട്ടിയുടെ തേജസ്വി യാദവിന്റെ ഒരേ കോൺഗ്രസ് 5 അല്ല, അവിടെ ലെഫ്റ്റിന് ഒരു സീറ്റ് ഉണ്ട് കേട്ടോ. അപ്പൊ CPIM നേരത്തെ ലീഡ് ചെയ്തിരുന്നത്. ഞാൻ ഗൗതത്തിനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്തത്. കാരണം ഈ എപ്പോഴും ഒരു ചോദ്യം ഉണ്ടല്ലോ ഗൗതത്തിന്റെ, കനലൊരു തരി എന്തായി ഒരു തരിയുണ്ട് ഇപ്പോഴും. അവിടെ BJP 48, JDU 48. ഇത് 2020 ഒരു ട്രെൻഡ് ആവർത്തിക്കുകയാണ്. അതായത് NDAയിലെ ഏറ്റവും വലിയ കക്ഷിയായി BJP ബീഹാറിൽ ഒരിക്കൽ കൂടി മാറുന്നു. അതായത് വെല്ലേട്ടൻ JDU അല്ല, വെല്ലേട്ടൻ ബീഹാറിൽ BJP ആണ് എന്ന് അടിവരയിടുന്ന തെരഞ്ഞെടുപ്പ് ഫലം പുറത്തേക്ക് വരുന്നു. BJP 54 സീറ്റുകളിൽ ലീഡ് ചെയ്യുമ്പോൾ ജനതാദൾ യുണൈറ്റഡ് 48 സീറ്റുകളിൽ മാത്രമാണ്. അതായത് ഒരു വലിയ രാഷ്ട്രീയ മാറ്റം ബീഹാറിന്റെ മണ്ണിൽ പറഞ്ഞതുപോലെ കാസ്റ്റ് പൊളിറ്റിക്സ് ഒക്കെ അപ്പാടി മാറുകയാണ്. സ്വാഭാവികമായിട്ട് കാസ്റ്റ് പൊളിറ്റിക്സ് അവസാനിച്ചു ഭാരതത്തിൽ. തീർച്ചയായും അത് ജെൻസി വോട്ടേഴ്സ് ഉണ്ടല്ലോ ഗൗതം, 40 വയസ്സ് വരെയുള്ള ഒരു വലിയ വിഭാഗം വോട്ടേഴ്സ് ഉണ്ട്. അപ്പൊ അവരുടെ മനസ്സിൽ നിതീഷ് ഉണ്ട്, അവരുടെ മനസ്സിൽ നരേന്ദ്ര ദാമോദർദാസ് മോദി ഉണ്ട്, അവരുടെ മനസ്സിൽ ഇങ്ങനെയൊക്കെ തിരിച്ചടിക്കാൻ ജനങ്ങളുടെ പ്രതികരണം കാണിച്ചത് അത് തന്നെയാണ്. ഇവിടെ നിതീഷ് ഉണ്ടല്ലോ, അവിടെ മോദി ഉണ്ടല്ലോ എന്ന് വളരെ പ്രായം ചെന്ന ഒരു സാധാരണ തൊഴിലാളിയുടെ പ്രതികരണം ഇന്നലെ രാത്രി ഞാൻ കണ്ടതേ ഉള്ളൂ. ഇവിടെ നിതീഷിന്റെ മറ്റെന്ത് ചിന്തിക്കാൻ മാത്രമല്ല, ഇപ്പോഴത്തെ ഏറ്റവും പോസിറ്റീവായിട്ട് ഞാൻ ഇതിനകത്ത് കാണുന്നത്, പണ്ട് ഈ ബീഹാറിന്റെയും ഈ ഉത്തർപ്രദേശിന്റെയും ഒക്കെ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ കേരളത്തിലെ രാഷ്ട്രീയ നിരീക്ഷകർ ഈ ജാതി അടിസ്ഥാനത്തിൽ പറയും. അതായത് യാദവർ ഇവിടെ കുത്തു, OBC-കാർ ഇവിടെ കുത്തു. നരേന്ദ്രമോദിയുടെ ഭാരതത്തിൽ ജാതി രാഷ്ട്രീയത്തിന് അടിത്തറയില്ല എന്ന് അടിവരയിടുന്ന തെരഞ്ഞെടുപ്പ് ഫലം ബീഹാറിൽ നിന്നും വരികയാണ്. ഒരിക്കൽ കൂടി NDAയുടെ ആ കക്ഷി നില ഒരിക്കൽ കൂടി ഞാൻ എടുത്തെടുത്ത് പറയുകയാണ്. BJP ഈ തവണയും 2020 സമാനമായി NDAയിലെ ഏറ്റവും വലിയ കക്ഷിയായി BJP മാറുകയാണ്. അവിടെ മഹാഗഡ്ബന്ധനിലേക്ക് വരുമ്പോൾ 49 സീറ്റുകളിൽ RJD മുന്നിടുന്നു. കോൺഗ്രസ് എത്രയാണ്? 5 സീറ്റ്. പക്ഷേ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് കൂടി എനിക്ക് പറയാനുണ്ട് രണ്ടുപേരോട്. കാരണം RJD ഒരു ചെറിയ മുന്നേറ്റം ഇപ്പോൾ ഈ സമയത്ത് കാഴ്ചവെക്കുന്നുണ്ട്. 70 സീറ്റുകളിലേക്ക് വരികയാണ് RJD. എനിക്ക് തോന്നുന്നു അതിൽ ഒറ്റയ്ക്കുള്ള പോരാട്ടം കേട്ടോ. തേജസ്വി യാദവിന്റെ ഒരു ഒറ്റയാൾ പോരാട്ടമാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. 105ഉം 70ഉം 4. JSP 4 സീറ്റുകളിലാണ്. പ്രദീപ്, 4 സീറ്റുകൾ. ഈ നമ്മുടെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ എണ്ണി തുടങ്ങിയിട്ടേ ഉള്ളൂ. ആ ട്രെൻഡ് വരാൻ പോകുന്നതേ ഉള്ളൂ. പോസ്റ്റൽ ബാലറ്റുകൾ നൽകിയ ഒരു സന്ദേശമാണ് ഇപ്പോൾ പ്രേക്ഷകർക്ക് മുന്നിൽ നമുക്ക് വയ്ക്കാനുള്ളത്. പോസ്റ്റൽ ബാലറ്റുകൾ നൽകിയ സൂചനയാണ് നമുക്ക് 76ലേക്ക് RJD കുതിക്കുന്നുണ്ട്. 76 സീറ്റുകളിലേക്ക് RJD ഇതാ വരികയാണ്. ഒരുപക്ഷെ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങൾ, പ്രത്യേകിച്ച് സീമാഞ്ചൽ മേഖല ഉൾപ്പെടെയുള്ള RJDക്ക് ശക്തമായ വേരോട്ടമുള്ള മേഖലകളിലെ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളായിരിക്കാം ഒരുപക്ഷെ ഗൗതം. നമുക്ക് ജിഷ്ണുവിലേക്ക് എത്തുമ്പോഴേക്ക് അറിയാൻ പറ്റും. ജിഷ്ണു, ഏത് മേഖലയിലെ വോട്ടെണ്ണലാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ? നമുക്കിപ്പോൾ ഇവിടെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് സംസ്ഥാനം ആകെ നിന്നുള്ള കമ്പൈൽഡ് ഫിഗേഴ്സ് ആണ്, നമ്പേഴ്സ് ആണ് ഇപ്പോൾ പ്രേക്ഷകർക്ക് മുന്നിൽ വയ്ക്കുന്നത്. ഏതൊക്കെ മേഖലയിലാണ് വോട്ടെണ്ണൽ പുരോഗമിക്കുന്നത്, ഏതൊക്കെ മേഖലയിൽ നിന്നുള്ള വോട്ട് സൂചനകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാൻ സാധിക്കുമോ ജിഷ്ണു? ചെറുതായി ഒന്ന് NDAക്ക് ലീഡ് കുറയുന്നുണ്ട്. 101ലേക്ക് NDA ലീഡ് കുറയുകയാണ്. ഒരു 4 സീറ്റ് കുറയുകയാണ്. 80 സീറ്റിലേക്ക് RJD സഖ്യം വരികയാണ്. അതൊരു കടുത്ത മത്സരം നടന്നു എന്ന് ഉറപ്പാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. 101-80 എന്ന നിലയിലേക്ക് മാറുന്നു. ഒരു ഹരിയാനയുടെ ഏകദേശ സ്വഭാവമുള്ള ഒരു തെരഞ്ഞെടുപ്പ് ഫലത്തിലേക്കാണോ പോകുന്നത് എന്നോർക്കണം. NDAയ്ക്കൊപ്പം തന്നെ ഇപ്പോൾ ഏതാണ്ട് 21 സീറ്റുകളുടെ വ്യത്യാസം മാത്രമാണ് ഉള്ളത്. NDA 101
മഹാഗഡ്ബന്ധൻ 80 എന്ന നിലയിലാണ് ഈ ഘട്ടത്തിൽ നിൽക്കുന്നത്. ജിഷ്ണുവിലേക്ക് പോകാമെന്ന് തോന്നുന്നു. ജിഷ്ണു, ഇപ്പോൾ ട്രെൻഡ് ഏത് നിലയിലാണ്? അതായത് ഈ വോട്ടിംഗ് മെഷീനിലേക്കുള്ള ഈ എൻട്രി തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. വോട്ടെണ്ണൽ ആരംഭിക്കുന്ന ഘട്ടത്തിൽ 101-80 എന്ന നിലയിലാണ് കാര്യങ്ങൾ പോകുന്നത്. പറയൂ ജിഷ്ണു. ഗൗതം, പോസ്റ്റൽ വോട്ടുകളുടെ അപ്ഡേറ്റുകൾ എത്തിത്തുടങ്ങുകയാണ്. അതാണ് ഈ പട്ടികയിൽ പെട്ടെന്ന് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. പോസ്റ്റൽ വോട്ടുകളിൽ ഏകദേശം ഒരു 25 മണ്ഡലങ്ങളിലേക്ക് കൂടി അപ്ഡേഷനുകൾ പുറത്തു വരാനുണ്ട്, അത് അപ്ഡേറ്റ് ചെയ്യാനുണ്ട്. അതിനൊപ്പം തന്നെ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിലെ അപ്ഡേറ്റുകൾ പുറത്തു വരുമ്പോൾ മഗധ, ഭോജ്പൂർ മേഖലയിലെ മണ്ഡലങ്ങളാണ് ഇപ്പോൾ എണ്ണി അതിൻ്റെ റിസൾട്ടുകൾ പുറത്തു വരുന്നത്. അതിൽ 10 മണ്ഡലങ്ങളിൽ 3 നിതീഷ് കുമാറും 2 തേജസ്വി യാദവിൻ്റെ RJDയുമാണ് മുന്നിട്ട് നിൽക്കുന്നത്. കൂടാതെ മിഥിലാഞ്ചൽ മേഖലയിൽ മധുബനിയിലെ 10 മണ്ഡലങ്ങളിൽ 5 മണ്ഡലങ്ങളിൽ നിതീഷ് കുമാറും 1 മണ്ഡലങ്ങളിൽ RJDയും മുന്നിട്ട് നിൽക്കുന്നു. ഉത്തര ബീഹാർ പരിശോധിക്കുമ്പോൾ 9 മണ്ഡലങ്ങളിൽ ഒരിടത്ത് നിതീഷ് കുമാർ മുന്നിട്ട് നിൽക്കുന്നു. അത്തരത്തിൽ വിവിധ മേഖലകളിലെ വോട്ടിംഗ് സ്ഥിതിയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ 100 സീറ്റുകളാണ് ഇപ്പോൾ NDA നേടിയിട്ടുള്ളത്. അതിൽ RJD വലിയൊരു മുന്നേറ്റം. നേരത്തെയെല്ലാം നമ്മൾ സൂചിപ്പിച്ചതുപോലെ RJD അവരുടെ പരമ്പരാഗത വോട്ട് ബാങ്കുള്ള മണ്ഡലങ്ങളിൽ അതിശക്തമായ പണിയെടുത്തു. അതിൻ്റെ റിസൾട്ട് RJDക്ക് കാണാനുണ്ട്. ഒരു കുതിച്ചുചാട്ടം. അതായത് സീമാഞ്ചൽ മേഖലയിലെ വോട്ടിംഗ് യന്ത്രത്തിലെ അപ്ഡേറ്റ്സുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. 74 ഇടങ്ങളിലേക്ക് RJD അവരുടെ നില മെച്ചപ്പെടുത്തിയിരിക്കുകയാണ്. പോസ്റ്റൽ വോട്ടുകളും ഇലക്ട്രോണിക് വോട്ടുകളുടെയും അപ്ഡേറ്റുകൾ അതിവേഗത്തിൽ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുമ്പോൾ BJP 50 സീറ്റുകളിൽ, JDU 46 സീറ്റുകളിൽ, LJP 1 സീറ്റിൽ, ഹിന്ദുസ്ഥാൻ അവാമി മോർച്ച 1 സീറ്റിൽ, അത്തരത്തിൽ 98 മണ്ഡലങ്ങളിൽ NDA മുന്നിട്ട് നിൽക്കുകയാണ്. തേജസ്വി യാദവ് 79 സീറ്റുകൾ, അതായത് ഇന്ത്യ മുന്നണി 79 സീറ്റുകളിൽ അതിൽ 72 RJDയാണ് സീറ്റ് മുന്നിട്ട് നിൽക്കുന്നത്. മിഥിലാഞ്ചൽ മേഖലയിൽ ബെഗുസറായിൽ 7 മണ്ഡലങ്ങളിൽ 3 NDA മുന്നിട്ട് നിൽക്കുന്നുണ്ട്. സീമാഞ്ചൽ മേഖലയിലെ അരിയ മണ്ഡലത്തിൽ ഒപ്പത്തിനൊപ്പമാണ് 6 മണ്ഡലങ്ങളുള്ളതിൽ നിതീഷ് കുമാർ 3 സീറ്റുകളിൽ, അതായത് NDA 3 സീറ്റുകളിൽ മുന്നിട്ട് നിൽക്കുന്നുണ്ട്. സീമാഞ്ചൽ മേഖലയിലാണ് തേജസ്വി യാദവിൻ്റെ ഒരു പടയോട്ടം കാണാൻ സാധിക്കുന്നത്. അവിടെ കിഷൻഗഞ്ച് മേഖലയിലെ 4 മണ്ഡലങ്ങളിൽ 3 നേതൃത്വം നൽകുന്ന RJD അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി എന്ന് ഈ ഘട്ടത്തിലും നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കില്ല. അതിൽ ഏറ്റവും കൂടുതൽ മുന്നിട്ട് നിൽക്കുന്നത് RJDയാണ്. കോൺഗ്രസിന് വെറും 6 സീറ്റുകൾ മാത്രമാണുള്ളത്. ലെഫ്റ്റ് പാർട്ടികൾ ബീഹാറിൻ്റെ മണ്ണിൽ അവസാന ഘട്ടത്തിലേക്ക് കിടക്കുന്നു. അല്ലെങ്കിൽ ബീഹാറിൽ തീർത്തും അപ്രസക്തമായി ഈ ഇടതു പാർട്ടികൾ മാറുകയാണ്. കഴിഞ്ഞ ദിവസം 12 സീറ്റുകളായിരുന്നു 2020 CPI-MLനുണ്ടായിരുന്നത്. 4 സീറ്റുകൾ മറ്റു പാർട്ടികൾക്കും ഉണ്ടായിരുന്നു. അതായത് 2 സീറ്റ് CPM-നും 2 സീറ്റ് CPI-ക്കും ഉണ്ടായിരുന്നെങ്കിൽ ആകെ 1 സീറ്റ് മാത്രമാണ്, അതും CPI-MLനാണ് നിലവിലൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചത്. ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിലേക്ക് RJD വലിയ ശക്തി പ്രകടനം നടത്തിയെന്ന രീതിയിലേക്കാണ് വോട്ടിംഗ് മെഷീനിലെ ഈ നിമിഷം 91 സീറ്റുകളിൽ 90 സീറ്റുകളിൽ 91 എന്നുള്ള അവസ്ഥയിലേക്ക് എത്തുന്നു. ബീഹാറിലെ പൊരിഞ്ഞ പോരാട്ടമായി മാറുകയാണ് ഈ ഘട്ടത്തിൽ. 90-91 1 സീറ്റിന്റെ വ്യത്യാസത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. മഹാഗഡ്ബന്ധൻ 90, NDA 91. നേരത്തെ NDAയുടെ ആ ഒരു മുന്നേറ്റത്തിൽ ചെറിയൊരു മാറ്റം. പക്ഷേ ഇതൊരു ഇത് ട്രെൻഡ് എന്ന് പോലും പറയാനുള്ള സാധ്യതയില്ല. ഒരു സൂചന മാത്രമാണ്. 1 മണിക്കൂർ എന്നത് മാത്രമല്ല ഗൗതം, ശ്യാം, പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണി തീർന്നിട്ടില്ല. EVM-ന്റെ സൂചനകൾ വന്നു തുടങ്ങുന്നതേ ഉള്ളൂ. ജിഷ്ണു പ്രത്യേകിച്ച് പറഞ്ഞു, ഏറ്റവും ഒടുവിൽ സീമാഞ്ചൽ മേഖലയിൽ നിന്നുള്ള ചില വോട്ട് ബാങ്കുകൾ ഇപ്പോഴും നിലവിലുള്ള മേഖലയിൽ നിന്നുള്ള ട്രെൻഡുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് ഒരു പല സീറ്റുകളിലും 75% വരെയൊക്കെയാണ് ന്യൂനപക്ഷ പ്രാതിനിധ്യ വോട്ടേഴ്സ് ഉള്ളത്. തീർച്ചയായും അവിടെ കനത്ത പോളിംഗ് ആയിരുന്നു. 91-5 സസ്പെൻസ് തുടരുന്നു. ഒപ്പത്തിനൊപ്പം ഈ ഘട്ടത്തിൽ 1 മണിക്കൂർ പോലും ആകുന്നില്ല. 52 മിനിറ്റ് വോട്ടെണ്ണൽ തുടങ്ങി. 52-ാം മിനിറ്റിൽ 91 ഓർക്കുക, ഇതിൽ 99% പോസ്റ്റൽ ബാലറ്റുകളാണ്. പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണി തീർന്നിട്ടില്ല എന്ന് പട്നയിൽ നിന്ന് കൃത്യമായി ഗ്രൗണ്ട് സീറോയിൽ നിന്ന് ജിഷ്ണു കൃഷ്ണൻ പറഞ്ഞു വയ്ക്കുന്നു. എന്റെ ചോദ്യം രണ്ടുപേരോടും, എന്റെ വളരെ പ്രധാനപ്പെട്ട ചോദ്യം, ഈ കോൺഗ്രസ് എവിടെ? കോൺഗ്രസ് എവിടെ? കേവലം 6 സീറ്റിൽ മാത്രമായി കോൺഗ്രസിന്റെ ലീഡ് ചുരുങ്ങുകയാണ് ബീഹാറിൽ. അതായത് ബീഹാറിലെ കോൺഗ്രസുകാർ ചോദിക്കുന്നത് രാഹുൽ എവിടെ എന്നാണ്. അവിടെ മത്സ്യബന്ധനത്തിന് ചാടുന്നു. വലിയ നാടകങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്തും രാഹുൽ നടത്തിയതാണ്. പക്ഷെ അത് വോട്ടായി മാറുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ NDAയിൽ
BJPയുടെ മേധാവിത്വം തുടരുന്നു എന്നതാണ്. BJP 48 സീറ്റിൽ ലീഡ് ചെയ്യുമ്പോൾ 42 സീറ്റുകളിലാണ് JDUവിന്റെ ലീഡ്. ലോക് ജനശക്തി പാർട്ടി ഒരു യെസ് ഈ മിഥിലാഞ്ചൽ മേഖല അത് തുടങ്ങിയിരിക്കുകയാണ് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉണ്ട്. അവിടെ JDUവിനും BJPക്കും ശക്തമായി തന്നെ വോട്ട് ബാങ്കുള്ള വേരുകളുള്ള സ്ഥലങ്ങളാണുള്ളത്. അവിടെയൊക്കെ എണ്ണി തുടങ്ങാൻ പോവുകയാണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ PKയും തേജ് പ്രതാപും പിടിക്കുന്ന വോട്ടുകൾ RJDയുടെ പാർട്ടി ആസ്ഥാനത്തിരുന്ന് ഒരുപക്ഷെ തേജസ്വി യാദവും നെടുവീർപ്പോടുകൂടിയായിരിക്കും കാണുന്നത്. BJPയും JDUവും അങ്ങനെ തന്നെയായിരിക്കും. ആ ഒരു അവസ്ഥ 81-8 ഈ RJD സഖ്യത്തിന്റെ അകത്തൊരു അവസ്ഥ 81-8 RJDയുടെ 10-1 കോൺഗ്രസ് ചുരുങ്ങിയിരിക്കുകയാണ്. പോരാട്ടം അതായത് തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, വീണ്ടും 100ലേക്ക് NDA എത്തിയിരിക്കുകയാണ്. 3 അക്കം വീണ്ടും ഒന്ന് എത്തിപ്പിടിച്ച് ഒന്ന് താഴോട്ട് വന്നെങ്കിലും വീണ്ടും എത്തിയിരിക്കുകയാണ്. 100ലേക്ക് 183 എന്ന നിലയിലാണ് NDAയുടെ ലീഡ്. വീണ്ടും 100ലേക്ക് എത്തുന്നു. 83 സീറ്റിലേക്ക് മഹാഗഠബന്ധൻ ചുരുങ്ങുകയാണ്. ഈ വളരെ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളൊക്കെ മുന്നിലാണെന്ന വളരെ ഒരു അപ്ഡേറ്റ്സ് കൂടിയുണ്ട്. സാമ്രാജ് ചൗധരി വലിയ മുന്നേറ്റം കാഴ്ചവെക്കുന്നുണ്ട്. മറ്റ് പ്രധാനപ്പെട്ട BJP നേതാക്കളെല്ലാം എനിക്ക് തോന്നുന്നു എല്ലാവരും വലിയ രീതിയിൽ തന്നെ മുന്നോട്ട് കുതിക്കുന്നുണ്ട് എന്ന വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. പൂർവി ബീഹാർ, ഉത്തര ബീഹാറിലാണ് ഇപ്പോൾ വലിയ മുന്നേറ്റം. നിതീഷിനും BJPക്കും മുന്നേറ്റം കാഴ്ചവെക്കാൻ സാധിക്കുന്നത്. 2 സീറ്റുകൾ അവിടെ മുന്നോട്ട് കുതിക്കുമ്പോൾ തേജസ്വിക്ക് 1 സീറ്റിൽ മാത്രമാണ് അവിടെ മുന്നേറ്റം കാഴ്ചവെക്കാൻ സാധിക്കുന്നത്. മഗധ് മേഖലയിൽ നിതീഷിന് 6 സീറ്റുകളിൽ ആകെയുള്ള 14-6 നിതീഷിന്റെ സഖ്യത്തിന്റെ മുന്നേറ്റം അവിടെ കാണാൻ സാധിക്കുന്നു. തേജസ്വി യാദവിന് അവിടെ 4 സീറ്റുകൾ മാത്രമാണ് മുന്നേറ്റം കുറിക്കാൻ സാധിക്കുന്നത്. അങ്ങനെ മേഖല തിരിച്ച് മിഥിലാഞ്ചലിൽ കൃത്യമായി തന്നെ മുന്നേറ്റം കുറിക്കാൻ നിതീഷ് കുമാറിന് സാധിക്കുന്നുണ്ട്. സീമാഞ്ചൽ മേഖലയിലാണ് ഇപ്പോൾ RJD പിടിച്ചു നിൽക്കുന്നത്. അവിടുത്തെ വർക്കൗട്ട് ചെയ്തിരിക്കുന്നു. അവരുടെ യാദവ വോട്ട് ബാങ്ക് ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിലും അവിടെ ഈ കോൺഗ്രസിനോ അതല്ലെങ്കിൽ RJDക്കോ ഗുണം ചെയ്തിരിക്കുന്നു. 8 സീറ്റിലേക്ക് കോൺഗ്രസ് ചുരുങ്ങിയിരിക്കുകയാണ്. അതായത് 2020 സമാനമായ സാഹചര്യം. അന്ന് തേജസ്വി യാദവ് പറഞ്ഞതാണ്, ഈ കോൺഗ്രസിന് സീറ്റുകൾ കൊടുക്കുന്നത് നഷ്ടക്കച്ചവടമാണ്. അതായത് അന്ന് കോൺഗ്രസ് പെർഫോം ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ അവിടെ ഭരണം RJD കോൺഗ്രസ് സഖ്യം നടത്തേണ്ടതാണ്. പക്ഷേ കോൺഗ്രസ് കൊടുത്ത 70 ഈ സ്കോർ ബോർഡ് കണ്ട് ഇവിടെ കേരളത്തിൽ നെടുവീർപ്പിടുന്ന ഒരാൾ കൂടി ഉണ്ടാവും. ആരായിരിക്കും പറയൂ? ആരായിരിക്കും? ഇവിടെ ഒരു RJDക്ക് ഒരു നേതാവുണ്ട്. ഇവിടെ ആരാണ്? ശ്രേയസ് കുമാർ. അപ്പൊ ഇത് വെച്ചിട്ട് വേണ്ടേ ഇവിടെ സീറ്റ് ഇത് അവിടെ ഒരു മുന്നണിയിലും ഇവിടെ മറ്റൊരു മുന്നണിയിലും ഒക്കെ ഉള്ള ഒരു പാർട്ടികളുടെ കാര്യമാണ് ഈ പറഞ്ഞത്. സീറ്റ് ചോദിക്കണത് ജനതാദൾ സെക്യുലറിന്റെ അവസ്ഥ JDS എവിടെയാ? അല്ലെ സീറ്റ് ചോദിക്കണല്ലോ. അതെ കേട്ടോ, ഞങ്ങൾ ഇത്ര സീറ്റ് ഉണ്ടാക്കി, അതുകൊണ്ട് CPM-നോട് പോയി ചോദിക്കണല്ലോ അത് ഇത്രയും സീറ്റ് ഞങ്ങൾക്ക് തരണത്. അവിടെയും ലെഫ്റ്റ് പാർട്ടികൾക്കും വലിയ തിരിച്ചടിയാണ്. ഒരേ ഒരു സീറ്റ്, ഒറ്റ സീറ്റ്. ഒരു നിമിഷം വളരെ പ്രധാനപ്പെട്ട ഇൻട്രസ്റ്റിംഗ് പോയിന്റ്. VIPക്ക് ഒരു സീറ്റിൽ പോലും മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല. അതൊരു തിരിച്ചടിയാണ്, അവസരവാദ രാഷ്ട്രീയത്തിന്റെ തിരിച്ചടിയാണ്. കാരണം ഈ VIP പാർട്ടി കഴിഞ്ഞ തവണ NDAക്കൊപ്പമായിരുന്നു, ലോക്സഭയിൽ മറ്റൊരു സ്ഥലത്തായിരുന്നു. ഈ അവസരവാദികളെ ആളുകൾ തെരഞ്ഞുപിടിച്ച് തോൽപ്പിക്കുന്നു എന്നതിന്റെ മറ്റൊരു ഉദാഹരണം കൂടിയാണ് ഈ VIPയുടെ ഈ ദയനീയമായ അവസ്ഥ എന്ന് വേണം പറയാൻ. എന്തായാലും ഒരു കാര്യം വ്യക്തം, ഇപ്പോഴത്തെ കണക്കുകൾ പ്രകാരം 105 സീറ്റുകളിൽ NDAയുടെ കുതിപ്പാണ്. നിതീഷ് രാജ് തുടരും എന്നുള്ള വളരെ പ്രധാനപ്പെട്ട 107 സീറ്റുകൾ വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ് ആണ് ഈ നിമിഷം നമുക്ക് പറയാൻ സാധിക്കുന്നത്. സെഞ്ചുറി കടന്ന ശേഷം ചെറിയൊരു തിരിച്ചടി എന്നൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷേ ആ കണക്കുകളിൽ അല്ല, ഗൗതം പറഞ്ഞതുപോലെ 2020 ശ്രീ പ്രദീപ് എനിക്ക് ഓർമ്മ വരുന്നത്. കാരണം അന്ന് ഈ നിമിഷം ഇതേ രീതിയിലായിരുന്നു. കാരണം ഉയർന്നും താഴ്ന്നും. പക്ഷേ ഒരു വ്യത്യാസമുള്ളത്, 100ന് ഒരു മുകളിലേക്ക് കുറച്ച് സമയം കൃത്യമായി നിലയുറപ്പിക്കാൻ NDAക്ക് ഈ നിമിഷം സാധിക്കുന്നു. എനിക്ക് ഒന്ന് ജിഷ്ണുവിലേക്ക് ഒന്ന് വളരെ വേഗത്തിൽ പോകാം. ഈ വോട്ടിംഗ് മെഷീനുകൾ എവിടെ നിന്നുള്ള വോട്ടുകളാണ് എണ്ണുന്നത്? വോട്ടിംഗ് മെഷീൻ എണ്ണി തുടങ്ങിയോ ജിഷ്ണു? പോസ്റ്റൽ ബാലറ്റുകൾ കഴിഞ്ഞോ? ജിഷ്ണു കൃഷ്ണൻ ഫ്രം പട്ന. പ്രദീപ്, പോസ്റ്റൽ വോട്ടുകൾ എണ്ണി തീർത്തിരിക്കുകയാണ്. പക്ഷെ അതിന്റെ അപ്ഡേറ്റുകൾ വരാനുണ്ട്. അതായത് ഒരു 30 മണ്ഡലത്തിലെ കൂടി പോസ്റ്റൽ വോട്ടുകളുടെ കണക്കുകൾ അപ്ഡേറ്റ് ചെയ്യാനുണ്ട്. അതുകൂടി അപ്ഡേറ്റ് ചെയ്യുമ്പോൾ 243 മണ്ഡലങ്ങളിലെയും പോസ്റ്റൽ വോട്ടുകളുടെ സ്ഥിതി നമുക്ക് വ്യക്തമാകും. നിലവിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ എണ്ണി തുടങ്ങിയിരിക്കുകയാണ്. അതിന്റെ ആദ്യ ഫലസൂചനകൾ മാത്രമാണ് അപ്ഡേറ്റ് ആയി വരുന്നത്. അതും മിഥിലാഞ്ചൽ ഒപ്പം സീമാഞ്ചൽ മേഖലകളിലെ വോട്ടിംഗ് ആണ് എണ്ണിയിട്ടുള്ളത്. അതായത് ഈ സീമാഞ്ചൽ മേഖലയിലെയും ഈ വോട്ടിംഗ് മെഷീനുകൾ എണ്ണിയപ്പോഴാണ് അതിന്റെ തുടക്കത്തിൽ
പശ്ചാത്തലത്തിലാണ് RJDക്ക് വലിയൊരു കുതിച്ചുചാട്ടം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുള്ളത്. അവിടെ പരമ്പരാഗത യാദവ വോട്ടുള്ള മണ്ഡലങ്ങളിൽ വലിയ മുന്നേറ്റം RJDക്ക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് RJD ഇപ്പോൾ 66 സീറ്റുകളിലേക്ക് മറ്റ് മണ്ഡലങ്ങളിലെയും വോട്ടുകൾ എണ്ണിത്തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ടാണ് RJD താഴേക്ക് പോയിട്ടുള്ളത്. നിലവിലൊരു വിശകലനം നടത്തുകയാണെങ്കിൽ ഈ രീതിയിലാണ് മുൻപോട്ട് പോകുന്നതെങ്കിൽ ഒരു 70-75 സീറ്റ് വരെ RJD നേടും. കോൺഗ്രസും ഇടതു പാർട്ടികളും പൂർണ്ണമായും തകർന്നടിയും. BJP സംസ്ഥാനത്ത് ഏറ്റവും വലിയ ഒറ്റകക്ഷിയാകും. NDA സഖ്യത്തിലും ഏറ്റവും വലിയ ഒറ്റകക്ഷി BJP ആകും. JDU 60 വരെ സീറ്റുകൾ പിടിച്ചേക്കാം. അതായത് എക്സിറ്റ് പോളുകൾ എന്തു പറഞ്ഞോ അതിന് സമാനമായി ഒരു ഗ്രൗണ്ട് റിപ്പോർട്ട് വളരെ കൃത്യമായി എക്സിറ്റ് പോളിൽ പ്രതിഫലിച്ചു. അതിന് സമാനമായാണ് നിലവിൽ ഈ ഒരു സമയത്ത് ഈ ഒരു മിനിറ്റിലെ, അതായത് അത് എടുത്തു പറയാൻ കാരണം ജനവിധിയാണ്. ജനങ്ങൾ എന്ത് തീരുമാനിച്ചു എന്ന് നമുക്ക് മുൻകൂട്ടി പറയുക സാധ്യമല്ല. പക്ഷേ 110 ഗൗതം 110 സീറ്റുകൾ 111 സീറ്റുകൾ. ഗൗതത്തിനോട് പ്രേക്ഷകൻ ചോദിച്ചിട്ടുണ്ട് CPM-ന്റെ സ്ഥിതി എന്താണ്? ഗൗതം ഒന്ന് പറയും. CPM-ന്റെ സ്ഥിതി വളരെ ദയനീയമാണ്. പൂജ്യത്തിൽ നിന്ന് പൂജ്യത്തിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്നു. CPM-നെയാണ് ചോദിച്ചെങ്കിൽ ഏതോ ഒരു തരി അവിടെ കത്തുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ കത്തിയിരുന്ന തരി CPI ആയിരുന്നു. അല്ല, എല്ലാ കനൽത്തരിയും കൂടെ 33 സീറ്റ് മത്സരിക്കുന്നുണ്ട്. ഒറ്റ സീറ്റിൽ മാത്രമാണ് ലീഡ് ഉള്ളത്. അത് എവിടെയാണെന്ന് പോലും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. വളരെ വേഗം ഞങ്ങൾ അതിന്റെ അപ്ഡേറ്റ്സ് തരാം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ ഗൗതം ആ കാര്യത്തിൽ വളരെ എക്സ്പെർട്ടാണ്. കാരണം ഏത് സംസ്ഥാനത്ത് പോയാലും ഗൗതം ഇലക്ഷൻ തെരഞ്ഞെടുപ്പിന് പോയാലും ഗൗതം ആദ്യം അന്വേഷിച്ചിറങ്ങുക ഇവിടെ CPM-ന്റെ ഓഫീസ് ഉണ്ടോ. അല്ല ശ്യാമ, എന്താണെന്നറിയോ അതിന്റെ കാരണം എന്ന് വെച്ചാൽ കേരളത്തിലെ ചില പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ, ഞാൻ ഒരു ഉദാഹരണം പറയും. ഇപ്പൊ ഞാൻ ഗുജറാത്ത് തെരഞ്ഞെടുപ്പ് കവർ ചെയ്യാൻ പോകുമ്പോൾ ഞാൻ കേരളത്തിലെ ചില പത്രം വായിക്കാൻ പറഞ്ഞത് ഗുജറാത്തിൽ CPM-ന്റെ പിന്തുണ കോൺഗ്രസിന്. അതിന് ഗുജറാത്തിൽ CPM ഇല്ലല്ലോ, പിന്നെ അങ്ങനെ കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്നത്. അപ്പൊ ഇത് പ്രേക്ഷകരെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഇവിടെ എനിക്ക് തോന്നുന്നു MA ബേബിക്ക് ഒന്ന് തലയുയർത്തി നിൽക്കാൻ പറ്റുമായിരുന്നു. അല്ല, അത് മാത്രമല്ല, കാരണം ഇവിടെ കോൺഗ്രസിന്റെ ഒരു പോരാട്ടം നോക്കിയേ. അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഞങ്ങളല്ലേ ഗംഭീരന്മാർ. 120 സീറ്റുകളിലേക്ക്. അങ്ങനെയാണെങ്കിൽ ആ മാജിക് ഫിഗറിലേക്ക് ഇനി 2 മാത്രം. 2 സീറ്റ്. ലീഡ് അടിസ്ഥാനത്തിലാണെങ്കിൽ, ട്രെൻഡ് അടിസ്ഥാനത്തിലാണെങ്കിൽ കേവല ഭൂരിപക്ഷത്തെ മാജിക് ഫിഗർ എന്ന 122ലേക്ക് ഇനി 2 സീറ്റ് മാത്രം. 1-2-2. 122 എത്തുമോ? ലീഡ് നിലയിൽ നിലനിർത്തുമോ? ചുവടുറപ്പിക്കുമോ? മുന്നേറുമോ? 1-2-0. പോൾ ഡയറി എന്നൊരു എക്സിറ്റ് പോൾ ഉണ്ടായിരുന്നു ഗൗതം. പോൾ ഡയറി എന്നൊരു എക്സിറ്റ് പോൾ 180 സീറ്റാണ് NDAക്ക് പ്രവഹിച്ചത്. അത്രയൊന്നും നമ്മൾ 184 184 മുതൽ 209 സീറ്റ് വരെ അത്രയൊക്കെ നമുക്ക് പ്രതീക്ഷ ഉണ്ടോ എന്ന് നമുക്കറിയില്ല. NDA നല്ല രീതിയിൽ പെർഫോം ചെയ്യുമ്പോൾ ശ്യാമ പ്രദീപ്, അതിനകത്ത് ഒരു കാര്യം നമ്മൾ നോക്കണം. ലോക് ജനശക്തി പാർട്ടിക്ക് പെർഫോം ചെയ്യാൻ പറ്റിയിട്ടില്ല. ചിരാഗ് പാസ്വാൻ അവിടെ പെർഫോം ചെയ്യുന്നില്ല എന്നുള്ളതാണ്. കേവലം ഒറ്റ സീറ്റിൽ മാത്രമായി ലോക് ജനശക്തി പാർട്ടി, അതായത് ചിരാഗ് പാസ്വാന്റെ പാർട്ടിക്ക് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും അവിടെ മികച്ച രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല. അതായത് അതൊരു വല്ലാത്ത ട്രെൻഡാണ്. ലോക്സഭയിൽ ഇവർക്ക് 5 MPമാരുണ്ട്. പക്ഷെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒരു സീറ്റിൽ മാത്രമായിട്ട് ലോക് ജനശക്തി പാർട്ടി ഒതുങ്ങി. അന്ന് ഇന്ത്യയുടെ കൂടെ അതാണ് അതിന്റെ കറക്റ്റ് കാര്യം. അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണ NDAക്ക് ഒപ്പമല്ലായിരുന്നു ലോക് ജനശക്തി പാർട്ടി, ഒറ്റയ്ക്കാണ് നിന്നത്. അന്നും അവർ തകർന്നടിഞ്ഞു, ഒരു സീറ്റേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ NDAയുടെ ഭാഗമായിട്ടും ചിരാഗ് പാസ്വാന്റെ പാർട്ടിക്ക് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും അവിടെ ഈ ഘട്ടത്തിൽ കേവല ഭൂരിപക്ഷം മാജിക് ഫിഗർ ലീഡാണ്. തുടക്കമാണ്, ആദ്യ ഘട്ടമാണ്.